പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക IAS നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതിൻ്റെ ഉത്തരവും പുറത്തിറങ്ങി. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറാണ് ജി പ്രിയങ്ക. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ചുമതല അരുൺ എസ് നായർ IAS കൊടുക്കാൻ തീരുമാനിച്ചു. അധിക ചുമതലയാണ്. അദ്ദേഹം നിലവിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ മറ്റുമാണ്. പാലക്കാട് കളക്ടറായിരുന്ന ചിത്ര IAS, ഡോക്ടർ എസ് ചിത്ര എന്നാണ് അവരുടെ മുഴുവൻ പേര്. അവർക്ക് പ്രത്യേകിച്ച് ചുമതലയൊന്നും കൊടുത്തിട്ടില്ല, പോസ്റ്റിംഗ് കൊടുത്തിട്ടില്ല. അവർ അവധിയിൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രിയങ്കയ്ക്ക് പോസ്റ്റിംഗ് കൊടുത്തതല്ല അവിടുത്തെ വിഷയം. ഡോക്ടർ ചിത്ര IAS വളരെ സത്യസന്ധയും സമർത്ഥയും യാതൊരു തരത്തിലുള്ള സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ ഭീഷണിക്കോ വശംവദയാകാത്ത നേർബുദ്ധിയായ ഒരു ഉദ്യോഗസ്ഥയുമായിരുന്നു. അവരവിടെ ചാർജ് എടുത്തിട്ട് ഏതാണ്ട് 2 വർഷമായി. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പാലക്കാട് ജില്ലയിൽ വളരെയധികം സേവന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് മാത്രമല്ല, ആദിവാസി മേഖലയിൽ പ്രത്യേകിച്ച് ഈ അട്ടപ്പാടി അവിടെ അന്യാധീനപ്പെട്ടു പോയ ആദിവാസി ഭൂമി വീണ്ടെടുക്കുന്നതിന് വലിയ പരിശ്രമം നടത്തി എന്നുള്ളതാണ്. ആദിവാസികളുടെ ആ ഭൂമി വലിയ തോതിൽ കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്, മറ്റ് മത പൗരോഹിത്യത്തിൻ്റെയൊക്കെ പിന്തുണയുണ്ട്. ആദിവാസി ഭൂമിയിൽ തൊട്ടവരാരും അധികം നാൾ പിന്നെ പാലക്കാട്ട് ഇരുന്നായിട്ട് ചരിത്രമില്ല. അങ്ങനെ ആദിവാസികളുടെ ഭൂമി മിക്കവാറുമൊക്കെ കയ്യേറിപ്പോയി. പിന്നീട് നമ്മുടെ സർക്കാർ ചില സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. ആദിവാസി ഭൂനിയമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊക്കെ പണ്ടേ കാലഹരണപ്പെട്ടു പോയി. ഇവർക്ക് തരിശു ഭൂമി മൊട്ടക്കുന്നുമൊക്കെ പതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനുശേഷവും ഈ വസ്തുക്കൾ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാട്ടുകാരി നാഞ്ചിയമ്മയുടെ വസ്തുവൊക്കെ കയ്യേറിയത് ഉദാഹരണത്തിനാണ്. അത് കഴിഞ്ഞിട്ട് ഈ കയ്യേറ്റക്കാർ കോടതിയിൽ പോയി ഒരു സ്റ്റേ മേടിക്കും. ആ സ്റ്റേ എക്കാലവും അവിടെ കിടക്കും. സ്റ്റേ വെക്കേറ്റ് ചെയ്യാനായിട്ട് സർക്കാരിന് താല്പര്യം ഉണ്ടാവില്ല. ആദിവാസികൾക്ക് കേസ് നടത്തി ഇത് ഒഴിപ്പിച്ചെടുക്കാനുള്ള സാമ്പത്തിക ശക്തിയോ അല്ലെങ്കിൽ നിയമ സംവിധാനമോ ഒന്നുമില്ല. ഇവരെയൊക്കെ ഉടലോടെ സ്വർഗത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കച്ചകെട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതിലുപരി ചിത്ര IAS വേറൊരു പണി കൂടി പണി. അതായത് ഈ പാലക്കാട് ജില്ലയിൽ കുന്നിടിക്കൽ, മല തകർക്കലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, കുന്നിടിക്കാൻ കൊണ്ടുവന്ന ചില ബുൾഡോസറുകൾ അല്ലെങ്കിൽ JCBകളൊക്കെ ഇവർ പിടികൂടി. മണ്ണുമാന്തി യന്ത്രങ്ങൾ പിടിച്ചപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വന്നു. മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്. സഖാക്കളുടെ ഉടമസ്ഥയിലാണ് മിക്കവാറും JCB, അല്ലെങ്കിൽ JCBക്കാരിൽ നിന്ന് കൃത്യമായിട്ട് കപ്പം പിരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പാർട്ടിക്കാർ. പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വന്നു, വണ്ടി വിട്ടു കൊടുക്കണം. ഈ നാട് ഭരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രി തന്നെ കളക്ടറെ വിളിച്ചു പറഞ്ഞു വണ്ടി വിട്ടു കൊടുക്കണം. വണ്ടി വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല, നിയമാനുസൃതം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന നിലപാട് ബഹുമാനപ്പെട്ട കളക്ടർ സ്വീകരിച്ചു. അപ്പോൾ തന്നെ പാർട്ടിക്കാർ ഒരു കോലെടുത്ത് വട്ടമൊടിച്ചു. എന്നിട്ട് പറഞ്ഞു പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ അടുത്ത നടപടി കളക്ടറെ നാട് കടത്തലാണ്. അവരേതായാലും വാക്കിന് വ്യവസ്ഥയുള്ളവരാണ് എന്ന് തെളിയിച്ചു. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നു, സമംഗളം സമാപിച്ചു. അതിൻ്റെ പുറകെ നമ്മുടെ കളക്ടറെ നാട് കടത്താനുള്ള തീരുമാനമായി. അങ്ങനെയാണ് ചിത്ര IAS പാലക്കാട്ട് നിന്ന് പോകേണ്ടി വന്നു. അവരിപ്പോൾ പാലക്കാട്ട് സ്ഥിരതാമസമായിക്കളെ എന്ന് വിചാരിച്ചിട്ടല്ല, അവരുടെ ഭർത്താവിൻ്റെ വീടും പാലക്കാട്ടല്ല. ഇവരുടെ സ്വന്തം സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ചിത്ര IAS കഥ പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുകയാണ്. ഒരു അധ്യായം അവസാനിച്ചു. ഇനി വരുന്ന പ്രിയങ്ക IAS ആണ്. പ്രിയങ്കയ്ക്ക് ചിത്രയുടെ ജീവിതവും സമരവും അതുപോലെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ കല്ലുകടികളൊക്കെ ഒരു പാഠമായി തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മാത്രമല്ല, പാലക്കാട് കളക്ടറേറ്റിലുള്ള എല്ലാ ആളുകളും, പാലക്കാട് ജില്ലയിലുള്ള എല്ലാ പ്രജകളും ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എല്ലാ ഉദ്യോഗസ്ഥർക്കും എക്കാലത്തേക്കുള്ളൊരു താക്കീതായിരിക്കും. ഈ കുന്നിടിക്കുന്നവരും മല തകർക്കുന്നവരും അനധികൃത ക്വാറി നടത്തുന്നവരും വയൽ നികത്തുന്നവരൊന്നും ചില്ലറക്കാരല്ല. അവരൊന്നും തൊട്ട് കളിക്കരുത്. നിങ്ങൾക്ക് മാസാമാസം സർക്കാരിൽ നിന്ന് ശമ്പളം തരുന്നത് ഇതുപോലുള്ള ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ മണ്ണുമാന്തി യന്ത്രം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. IAS പരീക്ഷ പാസ്സായി എന്ന് കരുതി ഈ മണ്ണ് തുറക്കുന്നവരുടെ, മലയിടിക്കുന്നവരുടെ, കുന്നിടിക്കുന്നവരുടെ ഒന്നും മെക്കെട്ട് കയറാം എന്ന് വിചാരിക്കട്ടെ. ഇവിടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രത്യേകിച്ച് പാവങ്ങളുടെ പാർട്ടിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. പാവങ്ങളുടെ പാർട്ടിയെ വെറുപ്പിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കുകയില്ല. ഇതിലും വലിയ ബിരുദന്മാരെ
കൈകാര്യം ചെയ്ത പരിചയവും പാരമ്പര്യവും ഈ പാർട്ടിക്കുണ്ട്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ചൂക്കും അറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.